മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഉച്ചയോടെ അത് മാറി ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പുഴയിലെ നീരൊഴുക്ക് കൂടി. അതുകൊണ്ട് തന്നെ താൽക്കാലിക പാലം ഉപയോഗിക്കുന്നത് പോലും കുറെ നേരം പറ്റാതെ വന്നു. വലിയ പുതിയ പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടിയും വന്നു. പക്ഷേ പിന്നീട് ആ മഴയും കുത്തൊഴുക്കിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ സൈന്യം ആ പാലത്തിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോയി. മറുകരയിൽ നിന്ന് ഇക്കരെ എത്തിക്കേണ്ടവരെ താൽക്കാലിക പാലത്തിലൂടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ കാലാവസ്ഥ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ മഴ. അത്ര അവിടെ നല്ല അന്തരീക്ഷമല്ല ഉണ്ടാക്കുന്നത്. കാരണം ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. വീണ്ടും മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ആശങ്ക ഉണ്ടാകും. അത്തരം ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുമുണ്ട്. മുണ്ടക്കൈ മേഖലയിലാണ് ഇനിയും ഏറ്റവും രക്ഷാപ്രവർത്തനം ഏറ്റവും സജ്ജമായി നടത്തേണ്ട ഒരു പ്രദേശം. ഇന്ന് അവിടെ കുറെ തെരച്ചിൽ നടത്തിയെങ്കിലും ഇനി യന്ത്രസഹായത്തോടെ ഉള്ള തെരച്ചിൽ കൂടി നടത്തേണ്ടതുണ്ട്. ഒരു മണ്ണുമാന്തി യന്ത്രം അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചാകും നാളത്തെ തെരച്ചിൽ. എന്തായാലും ഈ കാലാവസ്ഥ ഒരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായും പ്രകൃതിയുടെ കലി അടങ്ങുന്നില്ല എന്നുള്ളതാണ്. ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. ഇടയ്ക്ക് പാലം നിർമ്മാണമൊക്കെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇടയ്ക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. താൽക്കാലിക പാലം, മുണ്ടക്കയിലേക്ക് നിർമ്മിച്ച താൽക്കാലിക പാലം മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് സൈന്യം ആ പാലം നിർമ്മാണം സൈന്യത്തിന്റെ പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. എം കമലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.